ആഴ്ചകൾക്ക് മുമ്പാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ വൈറ്റ് ഹൗസിൽ ഏറ്റുമുട്ടലുണ്ടായത്. ഇപ്പോൾ സെലൻസ്കി ഖേദം പ്രകടിപ്പിച്ചതോടെ ഉടൻ തന്നെ ട്രംപുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുകയാണ് സെലൻസ്കി. ഈ സാഹചര്യത്തിൽ രണ്ട് പ്രധാന വിദേശ നേതാക്കൾ സെലൻസ്കിയെ വൈറ്റ് ഹൗസിലേക്ക് അനുഗമിക്കാൻ ഒരുങ്ങുന്നുണ്ടെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 3 വർഷത്തിലേറെയായി റഷ്യ യുക്രൈനെതിരായ യുദ്ധം തുടരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപടി സ്വീകരിക്കുകയാണ്. ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇത് സംബന്ധിച്ച് സംസാരിച്ചു. യുഎസ് റഷ്യൻ വിദേശകാര്യ മന്ത്രിമാരും സംസാരിച്ചിരുന്നു. ഇതിനു പുറമെയാണ് ട്രംപും സെലൻസ്കിയും ഒരാഴ്ച മുമ്പ് കൂടിക്കാഴ്ച നടത്തിയത്. വൈറ്റ് ഹൗസിൽ യുക്രൈൻ റഷ്യ വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. തുടർന്ന് അവർ സംയുക്തമായി മാധ്യമപ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ രൂക്ഷമായ വാഗ്വാദങ്ങളാണ് ഉണ്ടായത്. വെടിനിർത്തൽ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയപ്പോൾ യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസും പ്രസിഡന്റ് ട്രംപും നടത്തിയ പ്രസംഗത്തെ സെലൻസ്കി എതിർത്തു. ഇത് ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള വാക്പോരിലേക്ക് കാര്യങ്ങൾ നയിച്ചു. ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ തത്സമയം ഏറ്റുമുട്ടി. ഇതിൽ ക്ഷുഭിതനായ ട്രംപ് യുക്രൈനിയൻ പ്രസിഡന്റിനെയും സംഘത്തെയും വൈറ്റ് ഹൗസിൽ നിന്ന് പെട്ടെന്ന് ഇറക്കിവിട്ടു. അതേസമയം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി കൂടിക്കാഴ്ച നടത്താൻ സെലൻസ്കി അമേരിക്ക വിട്ട് നേരിട്ട് ബ്രിട്ടനിലേക്കായിരുന്നു പോയത്. തുടർന്ന് സെലൻസ്കി യൂറോപ്യൻ രാജ്യങ്ങളുടെ അടിയന്തര സമ്മേളനത്തിൽ പങ്കെടുത്തു. അന്നേരം സെലൻസ്കിയെ പിന്തുണച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നിച്ചു. അമേരിക്ക കൈവിട്ടാലും യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈനിന് ആവശ്യമായ സഹായം നൽകുമെന്ന് അവർ പ്രഖ്യാപിച്ചു. ഇതിനു പുറമെ അമേരിക്ക തയ്യാറാക്കിയ വെടിനിർത്തൽ കരാറിന് പകരമായി അവർ മറ്റൊരു കരട് വെടിനിർത്തൽ കരാറും തയ്യാറാക്കി. അമേരിക്കയുടെ സഹായത്തോടെ ഇത് നടപ്പിലാക്കാനും വെടിനിർത്തൽ അവസാനിപ്പിക്കാനും യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിച്ചു. വാഗ്വാദങ്ങൾക്ക് മുമ്പുള്ള സെലൻസ്കിയുടെ പ്രവൃത്തികളിൽ അമേരിക്ക കടുത്ത രോഷമാണ് പ്രകടിപ്പിച്ചത്. യുദ്ധത്തിൽ സഹായിച്ചതിന് പകരമായി യുക്രൈന്റെ ധാതുസമ്പത്ത് ഉപയോഗിക്കാനുള്ള യുഎസ് കരാറിലോ യുഎസ് വെടിനിർത്തൽ കരാറിലോ സെലൻസ്കി ഒപ്പുവെച്ചിട്ടില്ല. ഇതിന്റെ ഫലമായി യുക്രൈനിനുള്ള സഹായം നിർത്തലാക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ സഹായമില്ലാതെ റഷ്യയെ നേരിടുക എന്നത് യുക്രൈനിന് ഒരു പ്രധാന വെല്ലുവിളിയാണ്. അതുപോലെ ഇതുവരെ യുക്രൈന് അമേരിക്ക നൽകിയിരുന്ന രഹസ്യാന്വേഷണ വിവരങ്ങളും പെട്ടെന്ന് നിർത്തിവെക്കുകയും ചെയ്തു. ഇതോടെ സെലൻസ്കി അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുകുത്തുകയല്ലാതെ മറ്റു മാർഗമില്ലാതായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കരാറുകൾ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. വൈറ്റ് ഹൗസിൽ നടന്ന എല്ലാ സംഭവങ്ങൾക്കും ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് സെലൻസ്കി ട്രംപിനൊരു കത്ത് എഴുതിയിട്ടുണ്ട്. യുഎസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ ട്രംപ് ഈ കത്ത് വായിക്കുകയും ചെയ്തു. തൽഫലമായി ട്രംപ് ഒരു പരിധിവരെ അയഞ്ഞു. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ വീണ്ടും സജീവമായി പ്രവർത്തിക്കാമെന്ന് ഏറ്റു. ട്രംപുമായി ഉടനൊരു കൂടിക്കാഴ്ച നടത്താൻ സെലൻസ്കി പദ്ധതിയിടുകയാണ്. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച വീണ്ടും നടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടുമില്ല. അടുത്ത കൂടിക്കാഴ്ചയിൽ ട്രംപ് എന്തു പറഞ്ഞാലും അത് അംഗീകരിക്കുകയല്ലാതെ സെലൻസ്കിക്ക് മറ്റു മാർഗമില്ലായിരുന്നു. വെടിനിർത്തൽ കരാർ അംഗീകരിക്കണം. ഇതിനു പുറമെ യുക്രൈന്റെ നിലവിലുള്ള അപൂർവ ധാതുക്കൾ അമേരിക്കയ്ക്ക് ഏറ്റെടുക്കാൻ അനുവദിക്കുന്ന ഒരു കരാറിൽ കൂടി ഒപ്പുവയ്ക്കാൻ പോകുകയാണ്. ഇത്തവണ സെലൻസ്കി വൈറ്റ് ഹൗസിൽ ഒറ്റയ്ക്ക് പോകില്ലെന്നതാണ് മറ്റൊരു പ്രധാന ട്വിസ്റ്റ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. അമേരിക്കയെപ്പോലെ യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുന്നു. ഈ രീതിയിൽ സെലൻസ്കി കഴിഞ്ഞ തവണത്തെ പോലെ തെറ്റായി ഒന്നും പറയില്ല. ട്രംപുമായുള്ള ഈ കൂടിക്കാഴ്ചയിൽ തീർച്ചയായും ഒരു വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും വിശ്വസിക്കുന്നു. തൽഫലമായി രണ്ട് നേതാക്കളും ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ സെലൻസ്കിയോടൊപ്പം അമേരിക്കയിലേക്ക് പോകും. ഫ്രാൻസും ബ്രിട്ടനും നയതന്ത്ര ഉദ്യോഗസ്ഥർ വഴി ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണിനുമൊപ്പം പോകാൻ സെലൻസ്കിക്ക് അമേരിക്ക ഇതുവരെ പച്ചക്കൊടി കാണിച്ചിട്ടില്ല. എന്നിരുന്നാലും വെടിനിർത്തൽ പ്രധാനമാണെന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. ഇത് ചർച്ചകൾ സുഗമമായി അവസാനിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും വഴിവെക്കുമെന്ന് പ്രതീക്ഷിക്കാം.